അവിടുത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ. വീട്ടിലിരുന്നാലും വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണോ നല്ല ഡ്രസ്സ്? വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല്? നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലല്ലോ. എല്ലാ കുട്ടിയും ജനിച്ചത്, ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിട്ടത്, എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു. പിന്നീട് അവർ ചെകുത്താന്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല. എൻ്റെ നാട്ടിൽ മാലൂർ ഒരു കാതറാജി ഉണ്ട്, വലിയ കൊലപ്പാട്ടക്കാരനാണ്, ഈ നേന്ത്രക്കൊലേന്റെ പാട്ടക്കാരൻ. ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോൾ കംപ്ലീറ്റ് കറ വരങ്ങിയിട്ടുള്ള ഒരു ചാർട്ടും മുണ്ടു. ഞാൻ ചോദിച്ചു, അല്ല കാതറാജിക്ക് നിങ്ങളെത്ര വലിയ പൈസക്കാരനാ, എന്നിട്ട് ഇങ്ങക്ക് മര്യാദയ്ക്ക് ഒരു ഷർട്ടും മുണ്ട് ഇട്ടൂടെ ഇങ്ങക്ക്? അപ്പൊ കാതറാജിക്കാ പറയാ, ഞാൻ ഈടെ ആയിരിക്കാ മോനെ അറിയാവുക, ഈടെ ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യോ? നല്ല ഇട്ടിട്ട് എന്താ കാര്യം? അന്നെ ഈടെ ആർക്കും അറിയാവോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൂത്തുപറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട്. ഞാൻ ചോദിച്ചു, അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈടെ ആയിരിക്കും അറിഞ്ഞൂടാ? ഈടെ ഇങ്ങക്ക് എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ? പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട്? അന്നേരം അയാൾ പറയും, അതെ ഈടി എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്, പിന്നെ ഈ കുപ്പായം കണ്ടിട്ട് തന്നെ ഈടി എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എന്റെ സംതൃപ്തിക്കാൻ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി നിങ്ങൾ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദയ്ക്കൊന്നും തിന്നാണ്ട്, മര്യാദയ്ക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വലിക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പ് അരിച്ചു കൊണ്ടുവച്ചത് കാക്കൊരു കോരലിനെ ഉള്ളൂന്ന്. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്നൊരു രക്ഷിതാവ് പറയാ, എന്നോട് മോൻ ചോദിക്കുക, ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ, ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പ്യാണ്. 1 ലക്ഷം ഉറുപ്പ്യ ടൂർ പോയാൽ? 1 ലക്ഷം ഉറുപ്പ്യ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാന്നായിരുന്നു. പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആകോലിയും കൂട്ടി ചോറ് തിന്നാ ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. ഈടെന്ന് ഊഹം വെച്ചടിച്ചു വിടുന്ന. ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 48,37,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം ഗണ്ണിക്കോ, ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടുന്ന് പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശപിക്കേണ്ട. നമ്മൾ മഹാഭാഗ്യവാന്മാരാ. നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടില് തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ? പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളേറ്റിട്ട് മുറ്റത്തെ വയലിലെ വരമ്പിലെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടാൻ. ആ പാട്ട് കേട്ടിട്ട് പുഴ നീന്തി പൂങ്കുന്നു ചുറ്റുന്ന കാറ്റിന്റെ അകതാരിൽ കസ്തൂരി ഗന്ധം അനുഭവിച്ചുകൊണ്ട് പുഴയിൽ നീന്തി കുളിക്കാൻ, കുളത്തിൽ കുളിക്കാൻ, പച്ചവെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതും ആസ്വദിക്കാൻ പറ്റി. ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, നമുക്ക് നല്ല നല്ല സുഖം AC റൂമിൽ കിടക്കാൻ പറ്റി, നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി. നമ്മൾ രണ്ടും അനുഭവിച്ചവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മൾ.
നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിൻ്റെ സൗന്ദര്യവും പുതിയതിൻ്റെ സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. അവര് നടന്നിട്ടാ പോയേ. അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ട് അവർ മരിച്ചുപോയത്. മരിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പുതിയ തലമുറയിലെ ഫ്രീക്കന്മാരില്ലേ, ഫ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഫ്രീക്കന്മാരെന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ? അരക്കൊടുക്കുന്ന പാൻറ് ചന്തിൻ്റെ അടിയിലാക്കി കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അത് തന്നെ ഫ്രീക്കന്മാർ. മുടിയെല്ലാം ഇങ്ങനെയാക്കിയിട്ട് വെള്ളനരി ചെത്തിയ പോലത്തെ മുടിയാക്കിയിട്ട് നടക്കുന്ന ഈ ഫ്രീക്കന്മാർക്ക് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ബാല്യകാലത്തിലെ ബന്ധങ്ങളുണ്ടോ? സൗഹൃദ ബന്ധങ്ങളുണ്ടോ? ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രണ്ടും കണ്ടവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഇതുവരെയില്ല ആ ജീവിതം സാർത്ഥകമാണ്. ഇനിയും സാർത്ഥകമാക്കണമെങ്കിൽ നല്ല ഈ മത്തി അയിലയും മാത്രമല്ല, നല്ല നല്ല മീനുണ്ട്, നല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല നല്ല യാത്രകൾ പോകണം. യാത്ര പോകാൻ എന്തിനാ? ആരുണ്ട് സഹായം? പൈസ അട്ടിവെക്കണ്ട. കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂർ പോയിട്ട് വന്നൂടെ? പൈസ ഞാൻ തരാം, എന്നെ കൂട്ടി മൈസൂർ പോയിട്ട് വന്നൂടെ? ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ? ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്തിൽ മരിക്കുന്നതിലിടയ്ക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് നിങ്ങൾ മട്ടൻ്റെ ഒന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിമാനത്തിൽ, തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിമാനത്തിൽ പോവാ. 2 മാസം മുമ്പേ ബുക്ക് ചെയ്താൽ 2000 ഉറുപ്പ്യക്ക് പോവാ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനും വന്നൂടെ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ എന്ന് അല്ലേ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ? എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യൻ്റെ അമ്മേനെയും ഞാൻ വിമാനത്തിൽ കൂട്ടിയിട്ട് പോയി. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ, ബോംബെ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ. അവർക്കുണ്ടാവില്ല ഒരാഗ്രഹം. അതൊക്കെ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. എന്തുകൊണ്ടാ? ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യപുസ്തകമല്ലോ ജീവിതം. ജീവിതത്തെ കാവ്യപുസ്തകമാക്കാൻ പണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. നമ്പർ 1. നമ്പർ 2, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കുക. നിങ്ങളെ വീട്ടുകാരും അയൽവാസികളും സുഹൃത്തുക്കളും നാട്ടുകാരുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഉണ്ടാവുമല്ലോ. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇങ്ങനെ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം വാട്സപ്പാ അല്ലേ? വീണ്ടും ഒന്ന് കണ്ടൂടെ? അന്ന് പ്രേമം തോന്നി ഒരുപാട് പെണ്ണുണ്ടാവും, ഒരുപാട് ചെക്കനുണ്ടാവും. പക്ഷെ മുണ്ടാൻ പേടിയാ. അതിന്റെ കാരണം എന്താ? ആരാദ്യം പറയും. ഇതുകൊണ്ടാ പലതും മിണ്ടാത്ത. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ചൊരു പെണ്ണ് ഇങ്ങനെ നിന്ന് ഞങ്ങളിങ്ങനെ തമാശ പറയുമ്പോൾ പറഞ്ഞു, നീ അറിയടോ, UP 7ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങൾ 3 പഠിപ്പിസ്റ്റുകൾ, ഞങ്ങളെ ക്ലാസ്സിൽ 3 പഠിപ്പിസ്റ്റ് പെൺകുട്ടികളുണ്ടായിരുന്നു. ഇവര് 3 ആളും കൂടി നിങ്ങളെ 3 ആളെ പ്രേമിക്കാൻ തീരുമാനിച്ചു. 7ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ നമുക്ക് അറിയയില്ല. എന്നിട്ട് ആരെയാ പ്രേമിക്കുക? തർക്കായി. അവസാനം നറുക്കിട്ടിട്ട് ഒരാളെ കണ്ടെത്തി പോലും. എന്നിട്ട് പ്രേമിച്ചിന്. ഞാൻ പറഞ്ഞു, മഹാഭാവി അന്നൊരു വിവരം പറഞ്ഞെങ്കിൽ നമ്മളിത് അറിയണ്ടെന്ന്. നമ്മളറിയില്ലല്ലോ ഇത്. പക്ഷെ അതല്ല, ഇപ്പൊ ധൈര്യത്ത് പറയാം അല്ലേ? അന്നിന്നെ ഞാൻ പ്രേമിച്ചതിനും കേട്ടാ എന്നെല്ലാം ധൈര്യത്ത് പറയാം. ഇപ്പൊ നമുക്ക് കൂട്ടുകാരോട് സംവദിക്കാം, ഹൃദയം തുറന്ന് സംവദിക്കാൻ. അതിന് സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ്? കുടുംബ ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക. അപ്പൊ സോഫ്റ്റനാക്കിയാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആശയവിനിമയം പൂർണ്ണമായി കഴിഞ്ഞാൽ തൃപ്തി അടയുന്നവനാണ് മനുഷ്യൻ. നമുക്കെന്തോ പറയാനുള്ളത് പറയാ. സന്തോഷം ചിരിച്ചിട്ടും സങ്കടം കരഞ്ഞിട്ടും രേഖപ്പെടുത്തുക. ഈ കരയാനും ചിരിക്കാനും മടിച്ച് മസിൽ പിടിക്കുന്നവരെ ഹാർട്ട് അറ്റാക്കായി മരിച്ചു പോകുന്നു കേട്ടാ. നിങ്ങൾ നോക്കിയാട്ടെ, പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവല്ലേ? ആണുങ്ങൾക്കല്ലേ അധികം ഹാർട്ട് അറ്റാക്ക്. എന്താ പെണ്ണുങ്ങൾക്ക് ഹാർട്ടില്ലേ? അവർ കരയാനുള്ള ഒരു ചാൻസ് കളയൂല. അതുകൊണ്ടാ നമ്മളെ നാട്ടിലല്ല ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം 5 ട്രിപ്പ് കരയും പെണ്ണുങ്ങൾ. മരിച്ചപാടൊന്ന് കുറേ കരഞ്ഞ് കട്ടൻ കാപ്പിയെല്ലാം കുടിച്ച് പിന്നെ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ അനിയത്തി വന്ന് ഓള് കരയുമ്പോൾ ഒന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആങ്ങളെ വന്ന് ഓനെ കാണുമ്പോൾ ഒന്ന് കരയണ്ടേ? അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിൽ, കൊയ്യിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിൽ. 5 ട്രിപ്പായി. ആണുങ്ങൾക്ക് എന്താ സങ്കടമില്ലേ? സങ്കടത്തിലാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. സങ്കടം എല്ലാവർക്കും ഒരുപോലെ വരും. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ എന്താ മാർഗം? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കണ്ണിന്ന് വെള്ളം ഒലിപ്പിക്കുക. പക്ഷെ സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയോ? കണ്ണിനും മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ.
കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂക്കിലൂട്ട വെള്ളം വരും. അന്നേരം മൂക്കിലെ വെള്ളം വലിച്ചു കയറ്റുമ്പോൾ അപ്പുറം ഇപ്പുറമുള്ള ആള് ശ്രദ്ധിക്കടാ ഇയാൾ എന്തിനാ കരയുന്നെന്ന്. അതുകൊണ്ട് ഡീസന്റ് പോയി പോന്ന് പേടിച്ചിട്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ കരയാതെ വിഴുങ്ങും, നെഞ്ചു കെട്ടി ചത്തു. ചിരിക്കാൻ മുട്ടിയ ചിരിക്ക്, കരയാൻ മുട്ടിയ കരയും. എന്തിനു മടിക്കുന്നു? വികാരങ്ങൾ ഷെയർ ചെയ്യുക. ആ നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരോട് സംവദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ, ആ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം മക്കളോട് എങ്ങനെയാ സോഫ്റ്റനാക്കി? SOFTEN, അതിന്റെ ഫുൾ ഫോം എന്താ? എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോ അച്ഛാ ചായ എന്ന് പറഞ്ഞിട്ട് കുട്ടി കൊണ്ടുത്തരുമ്പം മുഖം കറുപ്പിച്ചിട്ടല്ല, ഒന്ന് പുഞ്ചിരിച്ചൂടെ? മക്കളെ വിളിക്കുമ്പോ മക്കളെ വിളിക്കുമ്പോ രാവിലെ തന്നെ അട്ടഹാസ കേൾക്കുന്ന രാവിലെ. കാരണം സ്കൂൾ ബസ് വരേണ്ട സമയമായി, കുട്ടികൾ ഓർക്കേഴിച്ചിട്ടില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല. രാവിലെ തന്നെ അട്ടഹാസം കേട്ടിട്ട് രാക്ഷസനിയാ ഉണർത്തുന്നത്. പക്ഷെ പണ്ടല്ല, നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം വന്നിട്ട് മോനെ ഒരു ലയവില്ലേ, മോളെ ഒരു ലയവില്ലേ, ആ ലയത്തിൽ വിളിക്കും. ഉറങ്ങുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കവിളത്തൊരു മുത്തം കൊടുത്ത്, പറ്റുമെങ്കിൽ കുപ്പായത്തിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്ക്. പിള്ളറെ കൈമലാക്കാൻ ഏറ്റവും നല്ല സൂത്രം ഞാൻ പറഞ്ഞുതരാ, പുറത്ത് മാന്തി കൊടുത്താൽ മതി. കൈകൊണ്ട് കാലുകൊണ്ട് തലയോണ്ടെല്ലാം നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഒരു ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഈ വെറുതെ ഒരുപാട് സ്പേസ് കളയുന്ന പുറം. അത് മാന്താൻ മാത്രം ഉള്ള എന്ന വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്, പുറം ചൊറിയാനുള്ള. അവിടെ ഒന്ന് മാന്തി കൊടുക്കുക, എന്നിട്ട് അവരോട് മെല്ലെ പറയുക, അവരോട് പുഞ്ചിരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ മാഷ് ഒക്ടോബർ 1 വയോജന ദിനത്തിൽ വയോജനങ്ങളെ സ്നേഹിക്കേണ്ട കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളെല്ലാം സ്ഥിരം പറയുന്ന ഒരു ക്ലീഷേ ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ല് പറഞ്ഞു. എന്താ ചൊല്ല്? പഴുത്തപ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും, പക്ഷെ പച്ചപ്ലാവിലെ അറിയണം നീ ഒരു കാലം പഴുത്തു വീഴുമെന്ന്. അപ്പോൾ ഒരു ചെക്കൻ ഒരു സംശയം, അല്ല മാഷെ ഒരു സംശയം. എന്താ? ഈ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെക്കനാണ്. ഈ ചെക്കനാണ് ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനും, കൈമെന്നും ക്ഷത്രിയനും, തൊടയമെന്ന് വൈശ്യനെയും, കാലിൻ്റെ അടിയിൽ നിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്ന് മാഷ് ക്ലാസ് പറഞ്ഞപ്പോൾ ഈ ചെക്കൻ ചോദിച്ച സംശയമുണ്ട്, മാഷെ ബ്രഹ്മാവിൻ്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ, പിന്നെ ഓക്കുന്നതിനും പണിയെന്നാണ് ചോദിച്ചേ. ഇയാൾ കൈമെന്നും കാൽമെന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ. അതുപോലെ ഈ ചെക്കൻ ചോദിച്ച സംശയം എന്താണെന്നറിയോ? മാഷെ പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടിരുന്നാൽ പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേ. മനസ്സിലായോ? ഒന്ന് പുഞ്ചിരിക്കുക. GST അടക്കണ്ടല്ലോ പുഞ്ചിരിക്കാൻ. കുടുംബത്തോട് നോക്കി പുഞ്ചിരിക്കുന്ന മുഖം, ആ പുഞ്ചിരി കാണുന്നവർക്കല്ല, പുഞ്ചിരിക്കുന്നവർക്കാണ് നേട്ടമുണ്ടാകുക, എനർജി ഉണ്ടാകുക. അറിയോ നിങ്ങൾക്ക്? ചിരിക്കുമ്പോൾ ചിരി കാണുന്നവർക്കല്ല, ചിരിക്കുന്നവർക്കാണ് അതിന്റെ നേട്ടമുണ്ടാവുക. അതുകൊണ്ട് സ്മൈൽ. ഇനിയുള്ള ജീവിതം എല്ലാ ദിവസവും പരമാവധി സ്മൈൽ. അതാണ് 2 SOFTEN, ഓപ്പൺ ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്താനം പറ. ഹൃദയം തുറക്ക്. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചാ മിണ്ടാണ്ടിരിക്കുക. ഈ പ്രായമുള്ള ചില ആളുടെ സ്വഭാവം മിണ്ടാണ്ടിരിക്കുക. എനിക്ക് അത് കിട്ടിയില്ല, എനിക്ക് ചോറിനെന്താ ആ കൂട്ടാത്ത തരാഞ്ഞ്, എനിക്കെന്താ ഒരു കഷ്ടം കുറഞ്ഞാഞ്ഞ് എന്നല്ലൊക്കെ മനസ്സിലുണ്ടാവും. അത് ചോർന്ന് ചോദിക്കണ്ടേ? മിണ്ടാണ്ടിരുന്നാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. മിണ്ടാണ്ടിരിക്കൽ ഒരു സമരത്തിന്റെ മാർഗമാണല്ലേ. 1980കളിൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഭർത്താവിനോട് സമരം ചെയ്തത് മിണ്ടാണ്ടിരുന്നില്ല, മിണ്ടൂല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സമാധാനമായി. ഇതിപ്പോൾ ഓള് മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് വേഗാത്ത ചേനക്കഷ്ണം പോലെ ഇടുന്നോ ചൊറിയും, മാന്താനാവുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. മിണ്ടാണ്ടിരിക്കലല്ല, മിണ്ടുക. ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. ഹൃദയം തുറന്നിട്ട് തുറക്കുക. അതാണ് ഓപ്പൺ ഹേർട്ട്. F ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയുക. മക്കളുടെ അടുത്തേക്ക് കുനിയുക. മക്കളുടെ മുന്നിൽ നമ്മൾ താഴാൽ മക്കൾ ഉയരുക. നമ്മുടെ ദൗത്യം മക്കളെ ഉയർത്തലല്ലേ. ഒരു കുട്ടി നിലത്ത് നിൽക്കുന്നു, നമ്മൾ കുട്ടീനെ എടുക്കണം. വാ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നാ കുട്ടീനെ എടുക്കാനാവോ? നമ്മൾ കുട്ടിയോളം താണാലേ കുട്ടി നമ്മളോളം ഉയരൂ. നമ്മുടെ മക്കള് തോന്നിയാസികളായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? നമ്മളല്ലേ. ഒരു മഴത്തുള്ളി ഏത് കടലിലാണ് ചെന്ന് ചേരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, ആ മഴത്തുള്ളി വീണ കുന്നിന്റെ ചെരിവാ. വയനാട്ടിലേക്ക് പേരിയച്ചോരം വഴി പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോൾ പോന്ന വഴിക്കെല്ലാം മയിലിനെ കാണാം. 28-ാം മൈല്, 29-ാം മൈല്, 32-ാം മൈല്. ആ 32-ാം മൈലെത്തിയ പിന്നെ കുന്നിന്റെ മോന്തായത്തിലെത്തി, പിന്നെ അങ്ങോട്ടുള്ള ചെരിവ.
ഈ മൂന്നായത്തിൽ ഒരു മഴത്തുള്ളി വന്നാൽ ആ മഴത്തുള്ളി വീഴുമ്പോ ഒരിളം കാറ്റ് ഇപ്പുറത്തോ അപ്പുറത്തോ വീണാൽ എന്താ സംഭവിക്കുക? ഇപ്പുറത്ത് വീണ മഴത്തുള്ളി ഒഴുകിയിട്ട് 28 മൈല് സെമിനാരി വില്ല വന്ന് വെള്ളറ കോളനി വഴി ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തൂട്ട് നെടുമ്പുറഞ്ചാല് പൂളക്കുട്ടി വഴി ഒഴുകിയിട്ട് അത് നേരെ തൊണ്ടി പാലത്തിന്റെ അടിയിലൂടെ, പേരാവൂർ പാലത്തിന്റെ അടിയിലൂടെ നേരെ കൊട്ടിയൂർ ബാവലിപ്പുഴയായി ചേർന്നിട്ട് ഓടക്കടവ് പുഴ വഴി ആറളം പുഴയായിട്ട് പാലപ്പുഴയും ചേടിച്ച് പിന്നെ ഇരിട്ടി പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് പാലത്തിന്റെ അടിയിലൂടെ പടിയൂരിന്റെയും എടക്കാനത്തിന്റെയും മധ്യത്തിലൂടെ അത് പഴശ്ശി ഡാമും കടന്ന് ഇരിക്കൂർ മാമാനത്ത് അമ്പലത്തിന്റെയും നിലാമുറ്റം പള്ളിയുടെയും പിറകിലൂടെ ചേടിച്ചേരി കടവും മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം പൊഴിയായി ചേർന്നിട്ട് നണിച്ചേരി കടവും കടന്ന് പറശ്ശിക്കടവിന്റെ മുന്നിലൂടെ കാട്ടാമ്പള്ളി വഴി വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അങ്ങ് മാട്ടൂലിന്റെയും അഴീക്കൽ ഫെറിയുടെ ഇടയിൽ അറബിക്കടലിൽ ചേരും ഒരു തുള്ളി. എന്നാൽ ഈ കാറ്റ് ഈ തുള്ളി വീഴുമ്പോ ഒരു ഇളം തെന്നൽ അപ്പുറത്താ വീണെങ്കിൽ ആ വെള്ളം ഒഴുകി ചന്ദനത്തോടാവും, തലപ്പുഴയാവും, ആലാറ്റിലാവും, പിന്നെ മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ, മാനന്തവാടിപ്പുഴയിലൂടെ, വള്ളിയൂർക്കാവിന്റെ മുന്നിലൂടെ, അത് കുറുവാദ്വീപിൽ വെച്ച് പനമരം പുഴയുമായി ചേർന്നിട്ട് പിന്നെ കബനി നദിയാകും. കബനി നദി മാവിലാന്തോട് പഴശ്ശിരാജ വെടിയെ മരിച്ച മാവിലാന്തോടുമായി ചേർന്നിട്ട് കർണാടകത്തിലെത്തിയ കാവേരി നദിയാവും. മൈസൂര് കണ്ണമ്പാടി അണക്കെട്ടും കടന്നിട്ട് ഹൊസൂര് വഴി ഒഴുകിയിട്ട് തമിഴ്നാട്ടിലൂടെ കാവേരിപ്പൂം പട്ടണം എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരും ഒരു മഴത്തുള്ളി. ആ മഴത്തുള്ളിയല്ല തീരുമാനിച്ചത്, ആ കുന്നിന്റെ ചെരിവാൻ. നമ്മുടെ മക്കളുടെ മഹത്വം നിശ്ചയിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ഒരു തട്ട്, ഒരു നോക്ക്, ഒരു വാക്ക് ഒക്കെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നിമിത്തമായത്. ഞാനൊരു കവിത വായിക്കാതെ കിടന്നുറങ്ങാറില്ല. എല്ലാ ദിവസവും ഒരു കവിത വായിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ടയാണ്. ആ ചിട്ടയ്ക്ക് കാരണക്കാരിയായത് സ്കൂൾ LP സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് കവിത ചൊല്ലിത്തരുന്നത് കേട്ടാസ്വദിച്ച് പഠിക്കാറുള്ളത് കൊണ്ടാണ്. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലല്ലോ. എല്ലാ കുട്ടിയും ജനിച്ചത്, ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിട്ടത്, എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു. പിന്നീട് അവർ ചെകുത്താന്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ചരമ പേജിൽ മരിച്ചുപോയ ഒരു കുട്ടീന്റെ ഫോട്ടോ, 16ാം ചരമദിനത്തിൽ ഒരു സുന്ദരനായൊരു കുട്ടി. ആ കുട്ടീന്റെ ഫോട്ടോന്റെ അടിയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് വായിച്ചിട്ട് ഞാൻ അല്ലാതെ വികാരം കൊണ്ടു. ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ: ഹൂ പ്ലക്ഡ് ദി ഫ്ലവർ? I said the master. Then the gardener kept silent. മലയാളം പറയാം. Who plucked the flower? ആരടാ പൂ പറിച്ചത്? I said the master. തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, ഞാനാ പറിച്ചത്. Then the gardener kept silent. പിന്നെ ഉദ്യാനപാലകൻ മിണ്ടാണ്ടിരുന്നു. ഉദ്യാനം നട്ട് നനച്ച് പോറ്റുന്ന വളർത്തുന്ന ഒരുത്തൻ നോക്കുമ്പോ, പണിക്കാരൻ നോക്കുമ്പോ ഒരു പൂവ് കാണുന്നില്ല. ആരാ പൂ പറിച്ചത്? അപ്പൊ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, ഞാൻ പറിച്ച. അയക്ക് പറിക്കാലോ. പിന്നീട് ഉദ്യാനപാലകൻ മിണ്ടാണ്ടിരുന്നു. ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ പറ്റിയിട്ട് അച്ഛനും അമ്മയും പറയും, ആരാ എൻ്റെ മോനെ എടുത്തേ? മോനെ തന്ന ആള് പറയാ, ഞാനിങ്ങോട്ട് എടുത്തതാ, എൻ്റെ തോട്ടത്തിലെ പൂവല്ലേ. പിന്നീട് അച്ഛനും അമ്മക്ക് ചോദിക്കാൻ അധികാരമില്ല എന്ന് ആശ്വസിക്കുന്ന അച്ഛനും അമ്മയും. നമ്മുടെ കുട്ടികളെല്ലാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം. ആ കുട്ടികൾ പിന്നീട് പുഴുക്കുത്താർന്നിട്ട് ഇബിലീസും കലിയും ചെകുത്താനുമാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ കൂടിയാ. അതുകൊണ്ട് മക്കളെ ശപിക്കരുത്, മക്കളെ ആക്ഷേപിക്കരുത്. ചില കുട്ടികളെല്ലാം അച്ഛനും അമ്മയും ചീത്ത പറയുന്ന കേട്ടാൽ ആ കുട്ടികളെ കാര്യം ഞാനിങ്ങനെ ആലോചിക്കുക. ഇവനെല്ലാം ബേഡിങ് പോയിട്ട് തിരിച്ചു വരുന്നത് എന്താ കൊണ്ടെന്നാ, ഇവന് കിടക്കാൻ വേറെ സ്ഥലമില്ലായിട്ടും തിന്നാൻ വേറെ സ്ഥലം, ഭക്ഷണം കിട്ടായിട്ട് അല്ലെങ്കിലൊന്നും ആ വീട്ടിൽ തിരിച്ചു വരൂല. അങ്ങനെ മക്കളെ ചീത്ത പറയുന്ന രക്ഷിതാക്കളുണ്ട്. അല്ലേ, ഈറ്റിങ്ങളെയും കൊണ്ട് സ്കൂൾ കുട്ടിയാലും ഒരു പെണ്ണുങ്ങൾ പറയും, ഈറ്റിങ്ങളെയും കൊണ്ട് എന്താ ഈറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കില്ലേ? എന്താ ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലല്ലേ? ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നലില്ലേ? ഭാര്യ പ്രസവിച്ച ഭാര്യക്കും ഭാര്യൻ്റെ അമ്മക്കും തിന്നേണ്ട പൈസ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ, ഈറ്റിന്റെ പൈസ. ഭാര്യക്കും ഭാര്യൻ്റെ അമ്മക്കും ഈറ്റിന്റെ പൈസ പിടിയിട്ടേ. ഈറ്റിന്റെ പൈസ എന്താന്ന്? അപ്പോ തിന്നു കൂട്ടുന്ന വർഗമെന്ന് ശപിക്കരുത്. ആ ഒരു കുഞ്ഞിക്കാല് കാണാതെ എത്രയെത്ര അമ്മമാർ കരയുന്നുണ്ടെന്നറിയുമോ? അമ്മയാവാൻ പറ്റാഞ്ഞിട്ട്. നമുക്ക് മക്കളെ കിട്ടിയില്ലേ? ആ മക്കൾ ദൈവത്തിന്റെ മക്കളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, മനുജാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. എല്ലാ കുട്ടികളും
ഉണ്ണിക്കണ്ണനോ ഉണ്ണി യേശുവോ മുത്തുനബിയോ ആണ്. അത് കാടാച്ചിറക്കാരൻ തടിയന്റെ അവിടെ നസീറായാലും, ജയിലിൽ കിടക്കുന്ന മെൽഞ്ഞോന്റെ അടുത്ത മജീദായാലും, ഗോവിന്ദച്ചാമിയായാലും എല്ലാവരും ജനിക്കുമ്പോൾ നല്ല കുഞ്ഞുമക്കളായിരുന്നു അല്ലേ? അവൻ ഭീകരവാദിയായതിന് ഉത്തരവാദി അവനല്ല, നമ്മുടെ മക്കളാണ്. അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക. സ്നേഹം കൊടുക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ഗുണഭോക്താക്കളാവുക. സ്നേഹം കിട്ടുമ്പോഴല്ല. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മക്കളെ അടിമകളായി കാണരുത്, അവരെ വ്യക്തിയായിട്ട് ബഹുമാനത്തോടെ കാണുക. അവർ നിങ്ങളെയും ബഹുമാനിക്കും. അതുകൊണ്ട് ഓപ്പൺ ഹേർട്ട്, ഫോർവേഡ് ലീൻ. കുട്ടികളുടെ അടുത്തേക്കും കുനിയുക. കുട്ടികളുടെ മുന്നിൽ നമ്മൾ താഴുക. അപ്പോൾ കുട്ടികൾ നമ്മളെ ഉയർത്തിക്കോളും. നമ്മളല്ലാതെ ഞാൻ അച്ഛനാ ഞാൻ അമ്മയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചാൽ കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ മൈൻഡിയില്ല. അവരോടടുത്താലേ അവരടുക്കൂ കേട്ടോ. അല്ലാതെ എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആവരുത് നിങ്ങൾ. ഫോർവേഡ് ലീൻ. ടച്ച്. തൊടണം. ആരെ തൊടണം? മക്കളെ തൊടണം. ഭാര്യയും ഭർത്താവും ഇനി പ്രേമിച്ചൂടെ നമുക്ക്? പ്രേമത്തിന്റെ അർത്ഥം പുതിയ തലമുറ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ? നമ്മളെ കാലത്ത് പ്രേമം എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന് പുറത്തുള്ള സൗന്ദര്യത്തെ നോക്കിയിട്ടല്ല, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ചു. അവളുടെ ശരീരത്തെ തൊടാറില്ല. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെ പോൽ. അങ്ങനെ ആത്മാവിനെ പ്രേമിച്ചു. അവൾ പ്രേമിച്ചിട്ട് അവസാനം വേറെ കല്യാണം കഴിച്ചു പോയാലും നമ്മൾ അവളെ ശപിക്കാറില്ല. ഉണ്ടോ? അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ, എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ. മംഗളം നേരെ അറിയുള്ളൂ നമ്മള്. അവളുടെ വേറെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് മക്കളില്ലാണ്ടായി പോകത്തെന്ന് ശപിക്കലുണ്ടോ നമ്മള്? ഇല്ല. ആ പുണ്യദാമ്പത്യ വർണ്ണവല്ലരിയിൽ ആനന്ദമുകുളങ്ങൾ ജനിക്കട്ടെ ജനിക്കട്ടെ എന്ന് പാടിയവരാ നമ്മൾ. എന്നാ ഇന്ന് കാമുകനും കാമുകിയും തമ്മിൽ ആത്മാവ് വേണ്ട, ശരീരം മതി. അർദ്ധരാത്രിക്ക് വേണ്ടിയാ കല്യാണം കഴിച്ച്, ഒരാഴ്ച കഴിഞ്ഞപ്പോ നീ പോടുന്ന് പറയും. അർദ്ധരാത്രിക്ക് ശരീരം മതി. അതുകൊണ്ടാണ് ആ ശരീരം വിട്ടുപോകുമ്പോ ആ ശരീരത്തെ നശിപ്പിക്കാൻ കാമുകി കഷായ കുപ്പിയും കൊണ്ട് കാത്തു നിൽക്കുന്നു കാമുകനെ. കാമുകൻ കത്തിയും എടുത്തിട്ട് പോകുന്നു അല്ലേ? കത്തിയും എടുത്തിട്ട്. എൻ്റെ നാട്ടുകാരൻ ചെക്കനാ വള്ളിയായി പോയിട്ട് കത്തിയും എടുത്തിട്ട് കാമുകിയെ കൊന്നത്. എന്തുകൊണ്ടാ? ശരീരവും തമ്മിലുള്ള ചേർച്ച ആത്മാക്കൾ ചേരുന്നതാണ്. വിവാഹത്തിന് താലി കെട്ടുന്നത് എന്തിനാ? താലി ഒരു പ്രതീകമാ. താലി ആലിലെ താലിയല്ല, ഹൃദയത്താലിയാണ്. ഹൃദയത്തിന്റെ ഷേപ്പിലാണ് താലി. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഹൃദയം പറിച്ച് ചേർത്ത് വെക്കാൻ പറ്റാത്ത കൊണ്ട് അത് പ്രതീകമാക്കിയിട്ട് ഒരു സ്വർണത്തിന്റെ താലിയാക്കിയിട്ട് ഇവിടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്ത കൊണ്ടാണ് നൂലുമ കെട്ടിക്കകത്ത് കെട്ടുന്നത്. ഇതിന്റെ അർത്ഥം അറിയാത്ത പൊട്ടന്മാര് ഇല്ലാത്ത ലോണും കടവും വാങ്ങിയിട്ട് വലിയ പൈസേന്റെ മാല വാങ്ങിയിട്ട് താലി കെട്ടു. ഭൂരിപക്ഷം മലയാളികളുടെ ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യന്റെ ഹൃദയത്തിന്റെ നേരെയല്ല കൊടൽമല ഉള്ളത്. മനസ്സിലായോ? താലി എടിയാ നിൽക്കണ്ടേ? ഇവിടെ ഹൃദയത്തിന്റെ നേരെ നിൽക്കണം. ഹൃദയത്തോട് ചേർത്ത് വെക്കല. അതിന്റെ അർത്ഥം അറിയാത്ത കൊണ്ടാ കൊടൽമേൽ നിൽക്കുന്നത് താലി. മനസ്സിലായോ? ഇന്ന് പോയിട്ട് കട്ട് ചെയ്തോ. മനസ്സിലായില്ലേ? ഹൃദയവും ചേരണം. ടച്ച്, ചേർന്ന് പിടിക്കും. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്ന് അടുത്തിരുന്നിട്ട് കൈകൾ കോർത്ത് പിടിച്ചാലെന്താ? ഒന്ന് ചുമലിൽ കൈവച്ചാലെന്താ? ഐ ലവ് യു പറഞ്ഞാലെന്താ? ഭാര്യയും ഭർത്താവും ഐ ലവ് യു പറയാത്ത ഒരു ജനതയാ മലയാളികൾ. കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കും. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ ഐ ലവ് യു പറഞ്ഞു. നിങ്ങൾ പറഞ്ഞനാ പോരാ, പറഞ്ഞാലെന്താ? മക്കള് കേട്ടാൽ അവർക്ക് സന്തോഷാ. അച്ഛൻ അമ്മയോടും അമ്മ അച്ഛനോടും ഐ ലവ് യു പറയുന്ന കണ്ട മക്കൾക്ക് നല്ല സ്വഭാവമായിരിക്കും. അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കണ്ട മക്കളുടെ സ്വഭാവം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും.
അച്ഛനും അമ്മയും കലഹം ചെയ്യുന്ന, എപ്പോഴും കീരിമൂർക്കന് പോയ ആയിട്ടുള്ള ജീവിക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് സ്വഭാവ വൈകൃതം കാണിക്കുന്നത്. അതുകൊണ്ട് പ്രേമിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരു ക്ലാസ്സിലെടുത്തപ്പോൾ ഒരാൾ പറയാ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഐ ലവ് യു പറയാത്ത എന്താണെന്ന് അറിയോ സാറേ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തിനാപ്പാ പ്രചരണോ? അതുകൊണ്ടാണ്. ഇലക്ഷൻ കഴിയുന്നവരല്ലേ പ്രചരണം കൊണ്ടു എന്നാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ സെലക്ഷൻ കഴിഞ്ഞിട്ട്, സെലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി നിങ്ങളുടെ മരണം വരെ ഇലക്ഷൻ തന്നെയാണ്. ഇനി വേറെ സെലക്ട് ചെയ്യാനില്ലല്ലോ, മരണം വരെ ഇലക്ഷനാണ്. അതുകൊണ്ട് ടച്ച്, SOFT, ടച്ച്, തൊടുക, ഹൃദയത്തിൽ തൊടുക, ചുമലൊന്ന് കൈവെക്കുക, ശരീരത്തിൽ തൊടുക, മനസ്സിലായോ? ടച്ച്. ഇരുട്ടത്ത് മാത്രമേ ടച്ച് ചെയ്യൂ എന്നുള്ള ഭാഷ പിടിക്കുന്ന ദമ്പതിമാരാണ് മലയാളികൾ. എന്ത് പൊട്ടന്മാരാ! വാതിലടച്ച് ഇരുട്ടത്ത് മാത്രമേ തൊടൂ, പകൽ വെളിച്ചത്ത് തൊടാൻ പാടില്ല എന്ന് ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ചിനാ? അതിനെന്തിനാ നാണിക്കുന്നത്? നിങ്ങൾ ആരാന്റെ ഭാര്യനെ ഒന്നും അല്ലല്ലോ തൊടുന്നേ. അവനവന്റെ ഭാര്യനെ തൊട്ടാൽണ്ടാ, അതിൽ ഒരു നാണവും വേണ്ട. അത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും, ഉറപ്പായിട്ട് പറയാം. ഇനി SOFT, ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം പറയാം. കണ്ണിൽ നോക്കി വർത്താനം പറയാം, ആരോടെങ്കിലും നോക്കിയിട്ട് വർത്താനം പറയല്ല. അതിനാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് വട്ടത്തിലിരിക്കുക, എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അന്നേരം അപ്പുറത്തിൽ വറവ് ഇങ്ങന്ന് വാരുവോ അങ്ങനെല്ലാക്കുന്ന ഒരു വീടില്ലേ, നല്ല വീടാ, അത് നല്ല വീടാ. കണ്ണിൽ നോക്കി വർത്താനം. ഇപ്പൊ എന്താ, ഒരു കൈമേൽ മൊബൈലും വെച്ചിട്ടാ തിന്നുക, അല്ലെങ്കിൽ TVയും തുറന്നിട്ടാ തിന്നുക. TV കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ. എന്താ അത്? ഭക്ഷണം കഴിക്കൽ മാത്രം, വേറെ ഒരു പണിയും നടക്കൂല. TV, റേഡിയോ കേൾക്കുമ്പോൾ എന്ത് പണിയും നടക്കും. നിങ്ങളെല്ലാവരും ഒരു റേഡിയോ വാങ്ങും. ആ റേഡിയോ വാങ്ങിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം TV തരൂല കേട്ടോ. സംസ്കാരമുള്ളത് മാത്രമേ റേഡിയോയിൽ വരൂ, വൃത്തികെട്ട് ഒന്നും റേഡിയോയിൽ വരൂല. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാവരും റേഡിയോ വാങ്ങുക. രാവിലെ 5:45 ആ സ്റ്റേഷൻ തുറക്കുന്ന ഒരു ഒച്ച കേട്ടാൽ തന്നെ അന്നത്തെ ദിവസം നല്ലൊരു മൂടാവും. 5:45 തുറന്നു വെക്കുക, രാത്രി 11:15 വരെ പാട്ടെല്ലാം കേട്ടിട്ട് കിടന്നുറങ്ങിയൊക്കെ അത് നിങ്ങളുടെ വീട്ടിന് ഭയങ്കര ഒരു സംസ്കാരം നൽകും. TV കാണുമ്പോൾ ഇതേ നടക്കൂ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. അല്ലേ? വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടല്ലേ? രാത്രി ചോറ് ഒന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായി കാണായിട്ട് ചോറ് വാരി ചെവി കൊണ്ടുവച്ചിട്ടുണ്ട്? ഇല്ല, വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം. അപ്പൊ TV കാണുമ്പോൾ ഇതങ്ങ് നടക്കും. അത് നിർത്തിയിട്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയുക, മുഖത്തോട് മുഖം നോക്കുക, മക്കളുടെ മുഖത്ത് നോക്കുക, ഭാര്യയും ഭർത്തവും മുഖത്ത് നോക്കുക. അതാണ് ഐ കോണ്ടാക്ട്. ഇനി അവസാനത്തെ SOFT, എന്ന് പറഞ്ഞാൽ നോഡിങ്. എന്താ നോഡിങ്? നമ്മുടെ തലയിട ഫിറ്റ് ചെയ്ത് എന്തിനാ? ഇങ്ങോട്ടും തിരിക്കാം, മേലോട്ടും നോക്കാം, താഴോട്ടും നോക്കാം, ചുഴറ്റാം. തല കുലിക്കണം. തല കുലിക്കാനുള്ള ഒരു പാട്ടോ ഒരു തായമ്പകയോ കേൾക്കുമ്പോ തല കുലുക്കി ആസ്വദിക്കുന്നില്ലേ? തല കുലിക്കാനുള്ളതാ, അല്ലാതെ ഈ കുതിരക്ക് ജീന വെച്ച പോലെ ഇങ്ങനെ നിൽക്കാനുള്ളതല്ല. തല കുലിക്കുക. മക്കൾ വർത്താനം പറയുമ്പോ തല കുലിക്കുക, അവൻ പറയുന്നത് കേൾക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക. SOFT, മൃദുലമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രഷറിന്റെ ഗുളിക കുറക്കാം. രസം, ആനന്ദം. നമുക്ക് ആനന്ദമാണ് വേണ്ടത്. എന്താ ആനന്ദം? മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നൊരാനന്ദ ലഹരിയിൽ ആന്തോളനം. എന്ത് ആന്തോളനം എന്ന് അറിയാവോ? പണ്ടെല്ലാം നമ്മളെല്ലാം ചെറുപ്പത്തിൽ കിണറ്റിലെ വെള്ളം പറ്റി അപ്പുറത്തെ വീട്ടിൽ വെള്ളം കോരാൻ പോയില്ലേ? എന്നിട്ട് അലോനി പാത്രത്തിൽ വെള്ളം മുക്കി കോരിയിട്ട് ഒരു പഴയ ലുങ്കി എടുത്ത് തെരിയാക്കി വെച്ചിട്ട് ഒന്ന് പിടിച്ചു തരുക എന്ന് പറഞ്ഞിട്ട് പിടിച്ച് തലയിൽ വെച്ചിട്ട് വെള്ളവും കൊണ്ട് വരുമ്പോൾ കാലൊരു കല്ലിനോ വേരുമലോ കുത്തിപ്പോയാൽ തലയിലെ പാത്രവും വെള്ളവും. ആന്തോളനം. ഇതാ ആന്തോളനം. മനസ്സിങ്ങനെ ആനന്ദത്തിൽ ആന്തോളനം നടത്തണം. ഒന്നലയില്ല മാനമാടി എൻ തോണി അങ്ങേക്കരെ പോയി വാ എന്ന മട്ടിൽ കടലിൽ കെട്ടിയിട്ട തോണിയെപ്പോലെ മനസ്സാന്തോളനം നടത്തണം. ആ ആനന്ദത്തിലേക്ക് പോകണം. മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം, വികാസത്തിന്റെ പരമമായ മാനദണ്ഡം ഹാപ്പിനെസ് ആണ്. ഫിലിപ്പീൻസ് ആണ് ലോകത്തെ ഏറ്റവും നല്ല ഹാപ്പിനെസ് ഉള്ള ജനത. അവരൊരാളെ ചീത്ത പറയൂല, ഒരു കുറ്റവും കുറവും പറയില്ല, അസൂയില്ല. ഓരോ ആളും അധ്വാനിച്ച് ജീവിക്കുക, ഹാപ്പിനെസ്. അല്ലാതെ നമുക്ക് ഇതെല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. എന്തായിട്ടാ കാര്യം? ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. മുകേഷ് അംബാനിയും അനിൽ അംബാനിയും ഇന്ത്യയിൽ ഏറ്റവും വലിയ പൈസക്കാരാ, പക്ഷെ അവർക്ക് ആനന്ദമില്ല. കാരണം ഇവർ തമ്മാമ കണ്ടമുണ്ടില്ല.
ഏട്ടനും അനിയനും തമ്മ കണ്ട മിണ്ടല്ല, പിന്നെ എന്ത് ജീവിതത്തിന് എന്ത് രസം. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, നമുക്ക് പരാജയപ്പെടാൻ പഠിക്കാം. ആരാദ്യം മിണ്ടും, എന്താരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ മിണ്ടാതിരിക്കരുത്. ആരാ മുൻകൈ എടുക്കേണ്ടത്? രണ്ടാൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അവര് തമ്മിൽ സംഭാഷണം നടത്താൻ മുൻകൈ എടുക്കേണ്ടത് ഒറ്റൊരാളേ ഉള്ളൂ. ആരാത്? ഒന്ന് എഴുതിയിട്ട് ഇംഗ്ലീഷിൽ വായിച്ച ആളാ. ആരാ? ആയി, ഞാനാണ്. പക്ഷേ അല്ല, നമ്മളെല്ലാം യു, ഐ അല്ല യു. ഇങ്ങനെയല്ലേ യു? നീ മിണ്ടിയാ ഞാൻ മിണ്ടാ, ഒരിക്കലും മിണ്ടലുണ്ടാവില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ആരുണ്ടെങ്കിൽ ഇത് ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോയാ ഇന്ന് തന്നെ ഫോൺ വിളിച്ച് മിണ്ടുക. ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ട് കേളകം പഞ്ചായത്തിൽ ഒരു മെമ്പർ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, എന്താ? നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായി. എന്താ? ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ കണ്ടിട്ട് മിണ്ടാത്ത കുറേ കാലമായി. യോഗത്തിന് പോവും, മുഖത്തോട് മുഖം നോക്കൂല. ഞങ്ങൾ ചെറുപ്പത്തിൽ ഭയങ്കര കമ്പനിയായിരുന്നു. പക്ഷേ പ്രസിഡന്റ് സ്ഥാനം ഓന് കിട്ടിയവരെ ഞാൻ ഓനോട് മിണ്ടില്ല. നമ്മൾ തർക്കമായിരുന്നു, മിണ്ടലില്ല. അപ്പൊ മിണ്ടണമെന്നുണ്ട്, പക്ഷെ മിണ്ടില്ല. അപ്പൊ ഓൻ മിണ്ടിയാ ഞാൻ മിണ്ടാന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ മിണ്ടിയാ ഓൻ മിണ്ടെന്ന് ഓൻ വിചാരിച്ചു. നിങ്ങളെ ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ മിണ്ടിക്കളിയാ. ഞാൻ ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ലാൻഡ് ഫോണിൽ, എൻ്റെ നമ്പർ കണ്ട അവൻ എടുക്കൂല. ലാൻഡ് ഫോണിൽ ഫോൺ എടുത്തു. എന്താ ചോദിച്ചു. ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നതാ ആളാ. എന്താ വിളിച്ചേ? ഒരു വല്ലാത്ത ഒച്ചത്. എനിക്കിന്നോട് സംസാരിക്കണം, ഞാൻ അങ്ങോട്ട് വരട്ടടാ എന്ന് ചോദിച്ചു. എൻ്റെ സാറ് നിങ്ങൾ പറഞ്ഞ എല്ലാം മുളിഞ്ഞു പോയി. അവൻ എന്താ പറഞ്ഞോന്നറിയോ? ഇങ്ങോട്ട് വരണ്ട, 10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വരും. 10 മിനിറ്റ് കൊണ്ടോ ജീപ്പ് കൊടുത്ത് എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്തിനു 3 കൊല്ലം ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു എന്ന് ഇപ്പം ആലോചിച്ചിട്ട് പശ്ചാത്താപം തോന്നുന്നു. ഒരു വാക്കൊന്ന് മിണ്ടാൻ കാത്തു നിൽക്കുക ആള്. അതുകൊണ്ട് മിണ്ടാൻ മുൻകൈ എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ മുൻകൈ എടുക്കുക, വെറുപ്പ് ഒഴിവാക്കുക, എല്ലാവരും സ്നേഹിച്ച് സുന്ദരമായി ജീവിക്കുക. അത്തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആർദ്രമാക്കുക. പരന്ന അറിവും ആഴമുള്ള അറിവും നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മളെ 10 ഇരട്ടി ബുദ്ധി ഉണ്ട് അല്ലേ? 10 ഇരട്ടി ബുദ്ധി ഉണ്ട്. ഇപ്പൊ 5G ഫോൺ ഇറങ്ങാൻ പോവാ. രണ്ടും ഒരുപോലത്തെ ഫോൺ വാങ്ങുക. നിങ്ങളെ മക്കൾക്ക് ഒരു ഫോൺ കൊടുക്കുക, നിങ്ങൾ കൊടുക്കുക. ഇതാരാ ആദ്യം പഠിക്കാൻ നോക്കാലോ? പിള്ളേർ ഇത് പലതും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യും. നമ്മളിങ്ങനെ വഴിതെറ്റി വിമാനം എടി ഇറക്കേണ്ടതെന്ന് കളിക്കാൻ വേണ്ടി ഇങ്ങനെ കളിക്കും. എന്നാ നാട്ടിലൊരു വലിയ പൈസക്കാരനുണ്ട്, വലിയ കച്ചവടക്കാരനാണ്. ഞെക്കുന്ന കടന്നപ്പള്ളി MLA പോലെ ഞെക്കുന്ന ഫോണേ ഉള്ളൂ. ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞെക്കുമ്പോൾ നമ്മളെ പ്രീക്കന്മാർ ഇദ്ദേഹത്തെ കുറവാക്കി. പൈസക്കാരനെന്ന് പറഞ്ഞിട്ട് എന്താ പിശുക്കനാണ്, പയഞ്ച ഫോൺ എടുത്ത് നടക്കുന്നു. ഇത് ഇയാളെ ഭാര്യ കേട്ട് വീട്ടിൽ പോയി ബഹളം വെച്ച് നിങ്ങൾ ഈ പയഞ്ച ഫോൺ എടുത്ത് നടന്നിട്ട് ഞങ്ങൾ നാണം കെടുക, പഴയ ഫോൺ എടുത്തോളം ഒളിപ്പിച്ച്. അങ്ങനെ അടുത്ത ദിവസം ഞാൻ റോഡുമല വിട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും ടച്ചിലായി. ടച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവേശമെല്ലാം പോയി. എന്താ ബാലകൃഷ്ണേട്ടാ? ഒന്നും പറയണ്ട, പൈസയും കൊടുത്ത് കടിക്കുന്ന നായിനെ വാങ്ങിയ പോലെയാണ്. എന്താ അത്? ഈ രാഗത്ത് എന്തല്ലോ വരുന്നുടോ. ഇത് ചെവിക്ക് തൊടുമ്പോൾ കട്ടായി പോവുക. ചിലപ്പോൾ ചെവിക്ക് ഇങ്ങനെ ഒരഞ്ഞു പോയിട്ടുണ്ട്, മേലെ നിന്നെന്തല്ലോ കീഞ്ഞു വരും. പിന്നെ എങ്ങനെ അതിനെ മടക്കി പറഞ്ഞേക്കേണ്ടത് തിരിയുന്നില്ല. പക്ഷേ ഇവർക്കൊരു ചെറിയ മോനുണ്ട്, പ്രജീഷ്, 3ാം ക്ലാസ്. ഇവന് ഒറ്റയാഴ്ച കൊണ്ട് ഈ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിലും പഠിച്ച്. ഞായറാഴ്ച അച്ഛനും മോനും ലീവാ. ഞാൻ റോഡുമലൂട്ട നടന്നു വരുമ്പോൾ വരാന്തയിൽ സോഫയമേൽ ഇരുന്നിട്ട് അച്ഛനും മോനും അച്ഛനെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ഈ ചെക്കൻ അച്ഛനോട് പറയുന്നൊരു വാക്ക് കേൾക്കണോ? ഏടാ അച്ഛ പോട്ട, അങ്ങനെയല്ല. അത് കേട്ടിട്ട് അച്ഛൻ വിനീത വിധേയനായി നിൽക്കുക. അങ്ങനെ പറയുന്നൊരു മോനുണ്ട്, നമ്മളെ ഭാഗ്യേട്ടാ. ഏടാ അച്ഛ പോട്ട എന്ന് പറഞ്ഞാൽ അതെന്തൊരു നല്ല അച്ഛമ്മ ബന്ധാ. നിങ്ങൾ ആലോചിക്കട്ടെ, അതെന്തൊരു ആർദ്രതയാ. നമ്മളെ കുട്ടികളെ നല്ല വിവരമുള്ളവരാ, പക്ഷേ അവരുടെ അറിവ് പരന്നതാ. അത് പ്ലസ് അല്ല, മൈനസാ. അത് ആഴമുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ആഴം ഇങ്ങനെ വരച്ചാലേ അത് പ്ലസ് ആവും. ആഴമുണ്ടാക്കി കൊടുക്കാൻ ഒറ്റൊരു വാക്ക് മാത്രം, അറിവിൻ്റെ ആഴത്തെ പറ്റി എന്തായിരിക്കണം നിങ്ങൾ പുതിയ തലമുറയോട് സംവദിക്കേണ്ടതെന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് നിർത്താം. ആ വാക്ക് നിങ്ങൾ പറഞ്ഞോ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്ക് പറയൂ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു വാക്ക് ലവ്. പിന്നെ വേറെ എന്തുകൊണ്ടോ? വേറെ എന്തുകൊണ്ടോ? സുന്ദരമായ ഒരു വാക്ക് പറഞ്ഞു, ലവ്. അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അല്ലേ? അമ്മ. ഈ ലവ് അതിൽ പെട്ടു അല്ലേ? ലവ്, വാത്സല്യം എല്ലാം അമ്മയെ പെട്ടില്ലേ?
അമ്മയാണ് ഏറ്റവും സുന്ദരമായ വാക്കെന്ന് അഭിപ്രായമുള്ള ആരുണ്ടെങ്കിൽ കൈയടിച്ചാട്ടെ. അപ്പോൾ ഭൂരിപക്ഷം അമ്മക്കാ. അപ്പൊ അമ്മ വിജയിച്ച്. ആ അമ്മ എന്ന വാക്കിനെ നമുക്ക് പ്ലസ് ആക്കാം. പുതിയ തലമുറയോട് വാട്ടീസ് അമ്മ എന്ന് ചോദിച്ചവൻ ഗൂഗിളിൽ തപ്പും. വാട്ടീസ് അമ്മ? ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവർ, മുലയൂട്ടിയവൾ, ഇതാണ് അമ്മ. അല്ലെ അലക്കി തരുന്നവർ, ഷഡ്ഡി വരെ അലക്കി കൊടുക്കുന്ന അമ്മമാരുണ്ട്. ഒരിക്കലും ചെയ്യരുത്. കുട്ടികളോട് ചെയ്യുന്ന മഹാഭാവ. ഞാൻ കുടുംബശ്രീയിലൂടെ ഒരു സർവേ എടുത്തപ്പോൾ കേരളത്തിൽ 87% പുരുഷന്മാർ അവനവൻ്റെ അണ്ടർവെയർ അലക്കാത്തവരാ. ഭാര്യനെയും പിന്നെ അമ്മേനെയും പെങ്ങളെല്ലാം ഏൽപ്പിക്കും. എന്ത് വൃത്തികേടാന്ന്. അവനവൻ്റെ അണ്ടർവെയർ ഒന്ന് അലക്കിയിട്ട് അൽത്താ. ചില ആൾ വിചാരിക്കുന്നുണ്ട് ഈ കുരിപ്പനെ വിളിച്ചിട്ട് ആവത്തായല്ലോ എന്ന്. അല്ലേ അണ്ടർവെയർ അവനവന്. ഇതെല്ലാം ചെയ്തു തരുന്നവളാണ് അമ്മ എന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നു. അതല്ല, അത് പരന്നർത്ഥ. അതിനൊരാഴമുണ്ട്. എന്താണ്? ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പാട്ടുകൾ പാടുന്നവർ അമ്മമാരാ. ആ സുന്ദരമായ പാട്ട് കേട്ടിട്ടാ നമ്മളെല്ലാം ഉറങ്ങിയേ. താരാട്ടുപാട്ടുകളാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പാട്ടുകൾ, അല്ലേ? സുന്ദരമായ പാട്ടുകൾ. ആ പാട്ടുകളിൽ അമ്മമാർ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? MA മലയാളോ ഇംഗ്ലീഷോ ഹിന്ദിയോ പഠിച്ചവർക്കറിയാം ഒരു പേപ്പറിന്റെ പേര് ഫോണറ്റിക്സ് എന്നാണ്. ഫോണറ്റിക്സ്, സ്വനശാസ്ത്രം. ശബ്ദം കണ്ടത്തിൽ നിന്നും വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവിധ സ്ഥാനങ്ങൾ വെച്ചിട്ട് അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് ഫോണറ്റിക്സ് എന്ന് പറയാ. ഈ ഫോണറ്റിക്സ് എന്ന ശാസ്ത്രം വരുന്നതിന് മുമ്പ് ഫോണറ്റിക്സ് അറിയുന്നവരെ അമ്മമാര്. അവര് കുട്ടിയെ താരാട്ടുപാട്ട് പാടുമ്പോൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ സ്വരാക്ഷരം മാത്രം ഉപയോഗിച്ചാൽ കുട്ടിക്ക് അക്ഷരജ്ഞാനം ഉണ്ടാവില്ല. ആ ആ ഈ ഊന്ന് മാത്രം പാടിയാൽ മതിയോ? എന്നാ കാന്ന് പാടിയാൽ കുട്ടി ഉറങ്ങൂല. അതുകൊണ്ട് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള 4 അക്ഷരമുണ്ട്, മധ്യമാക്ഷരങ്ങൾ. ആ മധ്യമാക്ഷരങ്ങളാണ് താരാട്ടുപാട്ടിൽ ഉപയോഗിക്കുക. യാരാലാവ, യാ 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 യാ, രാരീ രാരീരം രാരോ, ലാ 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 ലാ, വാവേ വാവം വാവോ, യാരാലാവ. പിടികിട്ടിയോ? അങ്ങനെ താരാട്ടുപാട്ടുപാടി ഉറങ്ങിക്കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി കിടത്തുന്ന കണ്ടിട്ടുണ്ടോ? ഒരു കൈ ഷോക്ക് അബ്സോർബർ പോലെ സ്പ്രിങ് ആക്ഷനിൽ ഈ കയ്യിൽ കുട്ടീനെ എടുത്ത് മുട്ടും കുത്തിയാടി ഇരുന്നിട്ട് ഒരു പായി എടുത്ത് ഒരു തുണി എടുത്തിട്ട് കുട്ടീനെ അവിടെ കിടത്തിയിട്ട് ചന്തിൻ്റെ അടിയിൽ നിന്ന് കൈ വലിക്കുന്ന രംഗം പുലിമുരുക സിനിമയിൽ ഉണ്ടാവില്ല. ഇത്ര നല്ല സ്ലോ മോഷൻ. എത്ര മല്ലയാണ് കുട്ടിയെ കിടത്തുക. എന്നിട്ടൊരു പുതപ്പ് മേലെടുത്തിട്ട് ഒരു തുണി മേലെടുത്തിട്ട് തുടക്ക 2 മുട്ടും മുട്ടി ഉറങ്ങി ഉറപ്പ് വരുത്തിയാൽ മുട്ടുകുത്തി എണീറ്റ് മുടിയും കെട്ടി പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉണ്ട് ചെക്കനുണ്ടാവുമോ ഉറക്ക് എളിയുന്നു എന്നുള്ളൊരു തിരിഞ്ഞു നോട്ടം. ചിരിയും ചിരിച്ചിട്ട് ആ ഒരു നോട്ടത്തിൻ്റെ ചാരുത ഐശ്വര്യ റോയ്ക്ക് കിട്ടുമോ? ആ നോട്ടം കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ കുട്ടീൻ്റെ അച്ഛൻ ആ ഭർത്താവ് എന്ന് വിളിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. എന്തൊരു സൗന്ദര്യമായിരിക്കും. ആ ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ട് നമുക്കിഷ്ടം, അമ്മക്ക് ഇഷ്ടമല്ല. കാരണം കുയിലിനെ ശകാരിക്കും, കുയിലേ നിന്റെ പാട്ടിൻ്റെ വോളിയം കുറക്ക്, എൻ്റെ മോൻ ഉറങ്ങുകയാണ്. നിലാവെളിച്ചം നമുക്കിഷ്ടാ. പക്ഷെ നിലാവിൻ്റെ ശിശിരരശ്മികൾ ജനലഴികൾക്കിടയിലൂടെ ഊർന്നിറങ്ങി ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകളിൽ സ്പർശിച്ച് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേന്ന് പറയുന്നവളാണ് അമ്മ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവൾ അമ്മ. അമ്മ എന്ന പദത്തിന്റെ ആഴം പിടികിട്ടിയോ? ഈ വികാരത്തിലാണ് നമ്മൾ അമ്മയെ, അച്ഛനെ, അമ്മാവനെ, അമ്മായിയൊക്കെ കാണുന്നത്. അല്ലാതെ വെറും ഒരു വ്യക്തി എന്ന രീതിയിലല്ല. ഓരോ വ്യക്തികൾക്കും ഓരോ വസ്തുക്കൾക്കും ഒരു ആർദ്രതയുടെ പരിവേഷം ചാർത്തിക്കൊടുത്താൽ നമ്മുടെ ജീവിതം ആനന്ദ സന്ദേശം രസമധുരമാകും. ആനന്ദ സന്ദേശ രസമധുരമായ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ സുന്ദരമാക്കി തീർക്കുക. സുന്ദരമായ ദിനം അല്ലേ? താമര മലരുകളായിട്ട് ഓരോന്നായി വിടരണം നമ്മുടെ ദിവസങ്ങൾ. ഓർമ്മകൾ തൻ താമര മലരുകൾ ഓരോന്നായി വിടരുന്നോ എന്ന മട്ടിൽ ഓരോ ദിവസവും ദിസ് ഈസ് ദി ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ഇനി എന്നുണ്ടത് ദിസ് ഈസ് ദി ഫസ്റ്റ് ഡേ
റെസ്റ്റ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ബാക്കി ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസം ഇന്നാണെന്ന് ഓരോ ദിവസവും പ്രഭാതവും ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം രസകരമാകും. അതുകൊണ്ട് നമ്മൾ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കുക. ബ്യൂട്ടിഫുൾ ആക്കേണ്ടത് ആരാണ്? ഡെക്കറേറ്റ് ചെയ്യുന്ന പുറത്തുള്ള ആളല്ല, മേക്കപ്പ് മാൻ അല്ല. ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ ആരാണ് ആള്? അതിൻ്റെ ഉടയോൻ നമ്മളാണ്. നമ്മൾ സുന്ദരമാക്കുക. അങ്ങനെ സുന്ദരമായ ഇനിയുള്ള ജീവിതം രസകരമാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിശക്കുന്ന നേരത്ത്, നട്ടുച്ച നേരത്ത് എൻ്റെ നട്ടപ്പെരാന്തും കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു.